Welcome all. Next module 2 linear transformations or linear map. Definition ആണ് let V and W2 vector space over the same field F. A mapping T from V to W is called linear transformations or vector space homomorphism. If for all U, V belongs to Vi, alpha belongs to F. ആദ്യത്തെ പ്രോപ്പർട്ടി ടി ഓഫ് യു പ്ലസ് വി ഈക്വൾ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി ടി ഓഫ് ആൽഫ യു ഈക്വൾ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് യു ആയിരിക്കണം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്റർ സ്പേസുകൾ തമ്മിലുള്ള മാപ്പിംഗ് ആണ്. അപ്പം വിയും ഡബ്ല്യു രണ്ട് വെക്റ്റർ സ്പേസ് ആണ് ഓവർ ദ സെയിം ഫീൽഡ് അവൻ്റെ സ്കെയിലാർസ് എടുക്കുന്നത് സെയിം ഫീൽഡിൽ നിന്നായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൽ നിന്ന് ഡബ്ല്യു എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിലോട്ടുള്ള മാപ്പിംഗ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വെക്റ്റർ സ്പേസ് ഹോമോമോർഫിസം ആണെന്ന് പറയണമെങ്കിൽ യു വി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൽ നിന്ന് ചൂസ് ചെയ്യുക. ആൽഫ എന്ന് പറയുന്ന സ്കെയിലാർ എഫ് എന്ന് പറഞ്ഞ സ്കെയിലാർ സ്കെയിലാർ സെറ്റിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എയും ബിയും രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നോട്ട് വെൻ ആൽഫ ഈക്വൾ ടു 0, ആൽഫ എന്ന് പറഞ്ഞ സ്കെയിലാർ 0 ആണെങ്കിൽ വി ഗെറ്റ് ടി ഓഫ് 0 ഈക്വൾ ടു 0. ദാറ്റ് ഈസ് ആൽഫ ഈക്വൾ ടു 0 ആണെങ്കിൽ ടി ഓഫ് 0 ഈക്വൾ ടു 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ഫോർ എവരി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടേക്ക് 0 വെക്റ്റർ ഇൻറ്റു ദ 0 വെക്റ്റർ. അപ്പോൾ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും 0 എന്ന് പറയുന്ന വെക്റ്റർ ഏതിലോട്ടേ മാപ്പ് ചെയ്യത്തുള്ളൂ? 0യിലോട്ടേ മാപ്പ് ചെയ്യത്തുള്ളൂ. നോട്ട് 2 കമ്പൈനിങ് ടു വെക്റ്റേഴ്സ്, രണ്ട് വെക്റ്റേഴ്സ് കമ്പൈൻ ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ ടി ഓഫ് ആൽഫ യു പ്ലസ് വി ഈക്വൾ ടു എന്തോ കിട്ടും? ആൽഫ ഇൻറ്റു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി ടി ഓഫ് ആൽഫ, തേർഡ് നോട്ട് ടി ഓഫ് ആൽഫ 1 V1 പ്ലസ് ആൽഫ 2 V2 പ്ലസ് എക്സെട്ര ആൽഫ എൻ വി എൻ. എങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? ആൽഫ 1 ഇൻറ്റു ടി ഓഫ് V1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ടി ഓഫ് V2 പ്ലസ് എക്സെട്ര ആൽഫ എൻ ഇൻറ്റു ടി ഓഫ് വി എൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ മാപ്പിംഗ് പറഞ്ഞിരിക്കുന്നത് ടി ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 4x മൈനസ് 3y പ്ലസ് 2z. ടി എന്ന് പറയുന്നത് ആർ ക്യൂബിൽ നിന്ന് ആറിലോട്ടുള്ള, അപ്പം ആർ ക്യൂബിൽ നിന്ന് ആറിലോട്ടുള്ള ഒരു മാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിംഗ് എന്തുവാണെന്ന് നമുക്ക് ഷോ ചെയ്യണം? ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ആ മാപ്പിങ്ങിന് ഷോ ചെയ്യണം, അല്ലെങ്കിൽ ലീനിയർ മാപ്പാണ് ആ മാപ്പിങ്ങിന് ഷോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആർ ക്യൂബ് എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് ഞാൻ രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുവാണ്. അപ്പോൾ എലമെൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? യു വി യു ആയിരിക്കും. ആർ ക്യൂബ് ആയതുകൊണ്ട് x1 y1 z1 കാണും. വി എന്ന് പറയുന്നത് ഞാൻ x2 y2 z2 എടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തുവാ കിട്ടേണ്ടത്? ടി ഓഫ് യു പ്ലസ് വി ഈക്വൾ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി കിട്ടണം അല്ലേ? അപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു? ടി ഓഫ് യു പ്ലസ് വി ചെയ്യുന്നു. അപ്പോൾ എന്തോ കിട്ടും? ടി ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ യു വിയിലെ എലമെൻസുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതല്ലേ എൻ്റെ അർത്ഥം? അപ്പോൾ ടി ഓഫ്, അപ്പം ആദ്യം യുവിൽ മീതിൽ ആദ്യത്തെ പാർട്ട് ഏതാ? x1 x2 അല്ലേ? അപ്പോൾ ടി ഓഫ് x1 പ്ലസ് x2 കോമ രണ്ടാമത്തെ എലമെൻറ്റ് y1 പ്ലസ് y2 ആണ്, രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്നത് y1 പ്ലസ് y2 കോമ മൂന്നാമത് കിടക്കുന്നത് z1 പ്ലസ് z2 ആയിരിക്കും ഇല്ലേ? അപ്പോൾ അതെങ്ങനെ കിട്ടും നമുക്ക്? ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് 4x മൈനസ് 3y പ്ലസ് 2z ആണ്. അപ്പോൾ നമുക്ക് ടി ഓഫ് x1 പ്ലസ് x2 കോമ y1 പ്ലസ് y2 കോമ z1 പ്ലസ് z2 എന്തോ കിട്ടും? ആൻസർ എന്തോ കിട്ടും? 4 ഇൻറ്റു ആദ്യത്തെ പൊസിഷന് കിടക്കുന്നതായിരുന്നു x1. ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞത് 4x മൈനസ് 3y പ്ലസ് 2z ആണെങ്കിൽ ടി ഓഫ് യു പ്ലസ് വി എന്തോ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തോ കിട്ടും? 4 ഇൻറ്റു x1 പ്ലസ് x2 മൈനസ് 3 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് 2 ഇൻറ്റു z1 പ്ലസ് z2. ഓക്കെ, ഞാൻ എന്തോ ചെയ്യുന്നു? ബ്രാക്കറ്റിനകത്ത് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തോ കിട്ടും നമുക്ക്? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വരിയുണ്ട്. എന്തുവാണ് വരുന്നത്? ഈക്വൽ ടു 4 ഇൻറ്റു 4x1, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4x1 പ്ലസ് 4x2 ഇല്ലേ? ഇനി മൈനസ് 3 കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 3y1 ഇല്ലേ? മൈനസ് 3y2 ഇല്ലേ? മൈനസ് 3y2. ഇനി 2 കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 2z1 ഇല്ലേ? പ്ലസ് 2z2. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ x1 y1 z1 ഞാൻ ഒരുമിച്ചാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തോ വരും ഇവിടെ? 4x1 ഒരുമിച്ചാവും, മൈനസ് 3y1 ഒരുമിച്ചാവും, പ്ലസ് 2z1 ഒരുമിച്ചാവും. അപ്പോൾ ഞാൻ അതുപോലെ എഴുതി. ഓക്കെ, ഇനി ഞാൻ x2 y2 z2 ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. അപ്പോൾ എന്തോ വരും? 4x2 മൈനസ് 3y2 പ്ലസ് 2z2. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് എഴുതി. ഓക്കെ, കമ്പൈൻ ചെയ്ത് എഴുതി അതിനെ നമുക്ക് എന്തോ വിളിക്കാം? 4x1 മൈനസ് 3y1 പ്ലസ് 2z1 എന്തുവാണ്? ടി ഓഫ് x1 y1 z1 ആണ്. കാര്യം ടി ഓഫ് എക്സ് വൈ z എന്ന് പറഞ്ഞാൽ 4x മൈനസ് 3y പ്ലസ് 2z ആണെങ്കിൽ 4x1 മൈനസ് 3y1 പ്ലസ് 2z1 എന്തോ കിട്ടും? ടി ഓഫ് x1 y1 z1 കിട്ടും. അതുപോലെ തന്നെ 4x2 മൈനസ് 3y2 പ്ലസ് 2z2 എന്തോ ആവും? ടി ഓഫ് x2
y2 z2 ആവും. അപ്പോൾ ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് യു ആണ് നമ്മൾ ടി ഓഫ് യു ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ടി ഓഫ് x1 y1 z എന്തുവാണ് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് x2 y2 z2 എന്തുവാണ് ടി ഓഫ് വി. ഓക്കെ, ഇനി നമുക്ക് ലീനിയർ മാപ്പ് ആണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ടി ഓഫ് ആൽഫ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് യു എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുക്കുവാണ് ടി ഓഫ് ആൽഫ ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ x1 y1 z1 ആണ്. അപ്പോൾ ഞാൻ ആൽഫ കൊണ്ട് ഓപ്പൺ ചെയ്യുവാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ടി ഓഫ് ആൽഫ x1 ആൽഫ y1 ആൽഫ z1 എന്ത് കിട്ടും 4 ഇൻറ്റു ആൽഫ x1 മൈനസ് 3 ഇൻറ്റു ആൽഫ y1 പ്ലസ് 2 ഇൻറ്റു ആൽഫ z1 എന്ന് കിട്ടും. അപ്പം ആൽഫ നമുക്ക് അതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് എടുക്കാം. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും 4x1 മൈനസ് 3y1 പ്ലസ് 2z1. ഓക്കെ, അപ്പോൾ ഈ 4x1 മൈനസ് 3y1 പ്ലസ് 2z1 എന്തുവാണ് ടി ഓഫ് x1 y1 z1 ആവും. ഓക്കെ, അപ്പോൾ അതിനെന്ത് വിളിക്കാം നമുക്ക് ആൽഫ ഇൻറ്റു ടി ഓഫ് യു എന്ന് വിളിക്കാം. അപ്പം ടി ഫ്രം ആർ ക്യൂബ് ടു ആറിൽ എന്ന് പറഞ്ഞ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാപ്പിംഗ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്നാണ് ഈക്വൽ ടു 4x മൈനസ് 3y പ്ലസ് 2z. അപ്പോൾ ലീനിയർ മാപ്പിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആയി. സോ ആ മാപ്പിംഗ് എന്തുവാണ് ലീനിയർ മാപ്പാണ്. Okay, next linear operations. Let F be the field and V be the vector space of polynomials from F cross F given by P of x equal to a0 plus a1x plus etc. an x raised to n. Okay, അപ്പോൾ let D from B to V is defined as D of P of x equal to P dash of derivative of polynomial എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന P dash of x എന്നല്ലേ. അപ്പം a ഷോർട്ടിൽ ഡിനോട്ട് ചെയ്യുന്നത് a1 plus 2 a2x plus etc. n an x raised to n എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലംസ് ഫ്രം ലീനിയർ മാപ്പ്. ലെറ്റ് ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ബി എ ലീനിയർ മാപ്പ് ഫോർ വിച്ച് ടി ഓഫ് 1 1 1 ഈക്വൽ ടു 3, ടി ഓഫ് 0 1 മൈനസ് 2 ഈക്വൽ ടു 1, ടി ഓഫ് 0 0 1 ഈക്വൽ ടു മൈനസ് 2. ഫൈൻഡ് ടി ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ടി ഓഫ് 1 0 1. ടി എന്ന് പറയുന്നത് മാപ്പിങ് ആർ ക്യൂബിൽ നിന്ന് ആറിലോട്ടുള്ള ഒരു മാപ്പിങ് ലീനിയർ മാപ്പ് ആണെങ്കിൽ അതിൻ്റെ മാപ്പിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ടി ഓഫ് ആർ ക്യൂബിൽ 1 1 1 എന്ന് പറയുന്ന വെക്റ്റർ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു ആറെന്ന് പറഞ്ഞ് വെക്റ്റർ സ്പേസിൽ 3ലോട്ട് മാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് എക്സ് വൈ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഷോ ചെയ്യേണ്ടത് ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സില്ലേ, ആദ്യം ആർ ക്യൂബിൽ 1 1 1 0 1 മൈനസ് 2 0 0 1 എന്ന് പറയുന്ന എലമെൻസുകൾ എന്തെന്ന് ഷോ ചെയ്യണം, അത് ഒരു ബേസിസ് ഫോം ചെയ്യുമെന്ന് ഷോ ചെയ്യണം. സെറ്റ് ഓഫ് 1 1 1 0 1 മൈനസ് 2 0 0 1 എന്ന് പറയുന്നത് ഒരു ബേസിസ് ഓഫ് ആർ ക്യൂബ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ചെക്ക് ചെയ്യണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നും ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം ഇല്ലേ, സം ആൽഫ ഇൻറ്റു v1 പ്ലസ് ആൽഫ ബീറ്റ ഇൻറ്റു v2 ഇല്ലേ പ്ലസ് ഗാമ ഇൻറ്റു v3 ഈക്വൽ ടു എന്തോ കിട്ടണം 0 ആണെങ്കിൽ അതെന്തുമായിരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അതല്ല ആ വെക്റ്റേഴ്സ് ആ സ്കെയിലർസുകൾ ആൽഫയും ബീറ്റയും ഗാമയും എന്തുവാണെങ്കിൽ 0 ആണെങ്കിലേ എന്തോ ആവത്തുള്ളൂ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആൽഫ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ ഇല്ലേ പ്ലസ് ബീറ്റ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഗാമ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് ആരാ 0. അപ്പോൾ ആൽഫ ഈക്വൽ ടു എന്തോ കിട്ടി 0 കിട്ടി. അതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷൻ ആൽഫ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, രണ്ടാം പൊസിഷനിൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്തോ കിട്ടി 0 എന്ന് കിട്ടി. അപ്പോൾ ഇനി തേർഡ് പൊസിഷനില്ല നോക്കാം. തേർഡ് പൊസിഷനിൽ എന്തോ വരും ആൽഫ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഗാമ ഈക്വൽ ടു എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത് ഈ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആൽഫ 0 ആണെങ്കിൽ ആൽഫ 0 എന്ന് കിട്ടി. ഇനി ആൽഫ 0 എന്നുള്ള ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ 0 പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്തോ കിട്ടും 0 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ ബീറ്റ എന്തുവായി അവിടെ 0 ആയി. സോ അതുപോലെ തന്നെ ആൽഫയും ബീറ്റയും 0 എന്നുള്ളത് എവിടെ ഇട്ട് കൊടുക്കുക തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
നമുക്ക് ഗാമ എന്തോ കിട്ടും 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് സം ആൽഫ V1 പ്ലസ് ആൽഫ V2 ബീറ്റ V2 പ്ലസ് ഗാമ V3 ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പം ആ ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ നമുക്ക് എന്തോ കിട്ടി 0 എന്ന് കിട്ടി. സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ. സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫോം ബേസിസ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതെന്തോ ഫോം ചെയ്യും, ബേസിസ് ഫോം ചെയ്യും അല്ലേ. ഇനി എനി ആർബിട്രറി വെക്റ്റർ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഏതോ ഒരു വെക്റ്റർ ഞാൻ എടുക്കുവാണ്, എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ ഞാൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോം എന്ന് പറഞ്ഞത് ആൽഫ 1 ഇൻറ്റു 1 1 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 0 1 മൈനസ് 2 പ്ലസ് ആൽഫ 3 ഇൻറ്റു 0 0. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് R3 ഒരു വെക്റ്ററിനെ നമുക്ക് എന്തിനോട് ഈക്വൽ ആക്കി എഴുതാം, ആൽഫ 1 V1 പ്ലസ് ആൽഫ 2 V2 പ്ലസ് ആൽഫ 3 V3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പോലെ ഇക്വേറ്റ് ചെയ്യുവാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും, ആദ്യത്തെ ടേമിൽ എന്തോ കിട്ടും, ആദ്യത്തെ ടേം എന്തോ കിട്ടും, എക്സ് ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ആൽഫ 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ആൽഫ 1 നമുക്ക് എന്തോ കിട്ടി, എക്സ് എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ആൽഫ 2, ഇനി വൈ ഈക്വൽ ടു കൊടുക്കാം. വൈ ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആൽഫ 1 അല്ലേ, പ്ലസ് ആൽഫ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ 2 പ്ലസ് ആൽഫ 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പം വൈ ഈക്വൽ ടു എന്തോ കിട്ടി, ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് കിട്ടി. എഗെയിൻ മൂന്നാമത് ആൽഫ 1 ഇൻറ്റു 1 ആൽഫ 2 ഇൻറ്റു -2 ആൽഫ 3 ഇൻറ്റു 1 ഈക്വൽ ടു എന്തോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, ഇസഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇസഡ് 3 ഫോമുലാസ് കിട്ടി. അതിൽ എക്സ് ആൽഫ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വൈയിൽ ഇക്വേഷനിൽ എക്സ് ആൽഫ 1 എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് ആൽഫ 2 എന്ന് കിട്ടത്തില്ല. അപ്പോൾ ആൽഫ 2 അവിടെ നിന്ന് എന്ത് കിട്ടും, ആൽഫ 2 എന്ന് പറഞ്ഞാൽ വൈ എക്സ് അപ്പുറം പോകുമ്പോൾ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വൈ മൈനസ് എക്സ്. അതുപോലെ തന്നെ ആൽഫ 1 എന്ന് പറയുന്നത് ആൽഫ 1 എന്ന് പറഞ്ഞ എക്സും അതുപോലെ തന്നെ ആൽഫ 2 എന്ന് പറഞ്ഞ വൈ മൈനസ് എക്സും ഏത് ഇക്വേഷൻ, ഈ തേർഡ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൽഫ 3 എന്ന് പറഞ്ഞാൽ -3x പ്ലസ് 2y പ്ലസ് ഇസഡ് എന്ന് കിട്ടും. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഈ ഇക്വേഷൻ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഈ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയില്ലേ, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ 1 ആൽഫ 2 ആൽഫ 3 വാല്യൂ. അപ്പോഴാണ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ആൽഫ 1 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് കിട്ടിയായിരുന്നു, എക്സ് ഇൻറ്റു 1 1 1 പ്ലസ് ആൽഫ 2 എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് ആണ് കിട്ടിയത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ 3 എന്ന് പറഞ്ഞാൽ -3x പ്ലസ് 2y പ്ലസ് 3 ആണ് കിട്ടിയത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ലീനിയർ മാപ്പ് ടി ഓഫ് എക്സ് വൈ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഞാൻ ടി അപ്ലൈ ചെയ്യുവാണ്. ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ടി ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സിൻ്റെ ടി ഓഫ് 1 1 1 പ്ലസ് y മൈനസ് എക്സ് ഇൻറ്റു ടി ഓഫ് 0 1 -2 പ്ലസ് 3x പ്ലസ് 2y പ്ലസ് ഇസഡ് ഇൻറ്റു ടി ഓഫ് 0 0 1. ഓക്കെ, ഇതിൽ ടി ഓഫ് എക്സ്, ഇതിൽ നമുക്ക് ടി ഓഫ് 1 1 1 എന്തുവാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ടി ഓഫ് 1 1 1 ക്വസ്റ്റിന് എന്തുവാ തന്നിരിക്കുന്നത്, 3 എന്ന് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ ഇല്ലേ. അങ്ങനെ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടി ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു. അപ്പോൾ 3 ഇൻറ്റു എക്സ്. ടി ഓഫ് 0 1 -2 എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. സോ വൈ മൈനസ് 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 6 -3x പ്ലസ് 2y പ്ലസ് ഇസഡ് ഇൻറ്റു ടി ഓഫ് 0 0 1 എന്ന് പറഞ്ഞാൽ -2 ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടി ഓഫ് എക്സ് വൈ ഇസഡ് നമുക്ക് എന്തോ കിട്ടും, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എക്സുകളൊക്കെ ആഡ് ചെയ്യുക, വൈ ഒക്കെ കമ്പൈൻ ചെയ്യുക, ഇസഡുകളും കമ്പൈൻ ചെയ്യുക. അപ്പോൾ ടി ഓഫ് എക്സ് വൈ ഇസഡ് നമുക്ക് എന്തോ കിട്ടും, 8x -3y -2z എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ടി ഓഫ് 1 0 1 നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. എക്സിന് ഈ ഇക്വേഷൻ ടി ഓഫ് എക്സ് ഇതെന്തുവാണ്, ഇതെന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് വൈ ഇസഡ് ആണ്. അതിന് എക്സിന് 1 ഇട്ട് കൊടുക്കുക, വൈക്ക് 0 ഇട്ട് കൊടുക്കുക, ഇസഡിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, ഏത് ഇക്വേഷനിൽ, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, ആൻസർ 6 എന്ന് കിട്ടും. ഓക്കെ.